ഹലോ മക്കളെ, അപ്പോൾ നമ്മുടെ മാത്സ് എക്സാം കഴിഞ്ഞു. അത് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ. നിങ്ങളുടെ ജെനുവിൻ, നിങ്ങളുടെ തന്നെ പേഴ്സണൽ ഒപ്പീനിയൻ എങ്ങനെ ഉണ്ടായിരുന്നു ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇനിയുള്ള അടുത്ത എക്സാം നമ്മുടെ ബയോളജിയാ. ബോട്ടണി പ്ലസ് സുവോളജി നമ്മുടെ ബയോളജിയാണ്. 24-ാം തീയതി. ഇനി നമ്മുടെ മുമ്പിൽ 5 ദിവസമുണ്ട്. നമുക്ക് ഏകദേശം 13 ചാപ്റ്ററോളം പഠിക്കാനുണ്ട്. കൃത്യമായ പ്ലാനിങ്ങിലൂടെ പഠിച്ചു പോയാൽ, ഈ 13 ചാപ്റ്റർ വൃത്തിക്ക് പഠിച്ചു പോയാൽ സുഖമായിട്ട് 60-ൽ 60 മാർക്ക് വാങ്ങിക്കാവുന്നേ ഉള്ളൂ. നിങ്ങളുടെ മാത്സ് എക്സാം എങ്ങനെയോ ആയിക്കോട്ടെ, അത് നിങ്ങൾ മൈൻഡ് ആക്കണ്ട. മാത്സ് എക്സാം എങ്ങനെയോ ആയിക്കോട്ടെ, അതിനിപ്പോൾ തിരുത്താൻ പറ്റൂലല്ലോ, ഇനി ഒരു ചാൻസ് കിട്ടില്ലല്ലോ. ഇനിയുള്ള എക്സാമിനെ അടിപൊളിയാക്കാൻ ശ്രമിക്കുക. അത്യാവശ്യം നല്ല സമയമുണ്ട്, 5 ദിവസമുണ്ട്. സാർ ബയോളജി സിമ്പിൾ അല്ലേ, എന്തിന് ഇത്ര ദിവസം എന്ന് പറഞ്ഞിരിക്കുന്നതോട് ഞാൻ പറയാണ്, ടൈം കളയരുത്, റിഗ്രറ്റ് അടിക്കരുത്. എപ്പോഴും വായിച്ചുകൊണ്ടിരിക്കുക, സമയം കളയാതെ ഓരോ ക്വസ്റ്റ്യനുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. പുതിയ പുതിയ ക്വസ്റ്റ്യൻ കാണുക, പ്രീവിയസ് ഇയർ ഒന്നുകൂടെ കൺസെപ്റ്റ് ഉറപ്പിച്ച് വെക്കാൻ നോക്കുക. ഞാൻ ഒന്നുകൂടെ നിങ്ങളെ ഓർമ്മപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുകയാണ്. 5 ദിവസം കൊണ്ട് ഉഴപ്പാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. അങ്ങുള്ളവരോട് എനിക്ക് ഒരു കാര്യമേ പറയാനുള്ളൂ. +1 ബയോളജി എക്സാം ഇന്നലെ കഴിഞ്ഞതുള്ളൂ മക്കളെ. ഇറ്റ് ഈസ് ടഫ് എക്സാം. അവർക്ക് ഇംഗ്ലീഷ് കുഴപ്പമില്ലായിരുന്നു, അവർക്ക് കെമിസ്ട്രി കുഴപ്പമില്ലായിരുന്നു. അവർക്ക് ടഫായത് നമ്മളെല്ലാം സിമ്പിളാണെന്ന് കരുതുന്ന ബയോളജിയാണ് അവർക്ക് ടഫായത്. അപ്പം മക്കളെ, ഞാനൊരു മുൻകരുതൽ പോലെ പറയാണ്, സമയം കളയാൻ നിൽക്കണ്ട. ബയോളജി +1കാർക്ക് ടഫായിട്ടുണ്ട്, നിങ്ങൾക്ക് ടഫാകാം, ആകാതിരിക്കാം. ആകുമെന്ന രീതി തന്നെ മക്കൾ അങ്ങ് പഠിക്കുക. അപ്പം പിന്നെ സിമ്പിളായാലും ടഫായാലും നമുക്ക് നല്ലപോലെ എഴുതാൻ പറ്റുമല്ലോ. ഒട്ടുമിക്ക ക്വസ്റ്റ്യനും കാണേണ്ട രീതിയിൽ വേണം പഠിക്കാൻ. 5 ചാപ്റ്ററിലേ ഉള്ളൂ സാറേ ബോട്ടണി, അതൊക്കെ എങ്ങനെ ടഫാക്കാൻ പോവാ? ടഫാക്കണമെന്ന് തോന്നിയാൽ ചാപ്റ്ററിന്റെ എണ്ണമൊന്നും ഒരു കാര്യവും ബാധിക്കുന്നതല്ല മക്കളെ. ടഫാക്കണം തോന്നിയാൽ നല്ല നല്ല ക്വസ്റ്റ്യൻ 5 ചാപ്റ്ററിന് വരാവുന്നതേ ഉള്ളൂ. നല്ല ക്വസ്റ്റ്യൻ വന്നാലും ലെവലിൽ കൂടിയ ക്വസ്റ്റ്യൻ വന്നാലും ചെയ്യുന്ന രീതിയിൽ നിങ്ങൾ പഠിച്ചുണ്ടാക്കണം ഈ 5 ദിവസം. അതുകൊണ്ട് സമയം കളയാതെ എൻ്റെ മക്കൾ പഠിക്കണം. കഴിഞ്ഞ എക്സാം ഒക്കെ പോട്ടെ, ഇനിയുള്ള എക്സാം അടിപൊളിയായിട്ട് പഠിക്കുക. ചാപ്റ്റർ ഡൗട്ടുള്ള ഭാഗങ്ങൾ കാണുക, അല്ലെങ്കിൽ ചാപ്റ്റർ ഒന്നുകൂടെ കാണുന്നുണ്ടെങ്കിൽ കാണുക. പിന്നെന്താ, അതിൽ നോട്ട് ഉണ്ടാക്കാൻ സമയമില്ല, ഉള്ള നോട്ട് വായിക്കുക. പ്രീവിയസ് ഇയർ ചെയ്യുക, പ്രീവിയസ് ഇയർ നല്ലപോലെ ചെയ്യുക. പുതിയ പുതിയ ക്വസ്റ്റ്യൻ നമ്മൾ നമ്മുടെ ലൈവിൽ പറയും, പല മെറ്റീരിയൽ നമ്മൾ ഷെയർ ചെയ്യും, നമ്മുടെ കമ്മ്യൂണിറ്റിയിലൊക്കെ ഷെയർ ചെയ്യും. അതിൽ നിന്നൊക്കെ ഡൗൺലോഡ് ചെയ്ത് പുതിയ പുതിയ ക്വസ്റ്റ്യനുകൾ ചെയ്യാൻ നോക്കുക. കുറച്ചുകൂടെ ലെവൽ കൂടിയ ക്വസ്റ്റ്യനുകൾ ചെയ്യാൻ നോക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ലൈവ് വരുന്നുണ്ട്. ലൈവ് ആദ്യം വരുന്നത് 19-ാം തീയതി നമ്മുടെ 7:30 ഞാൻ ഈ 3 ചാപ്റ്റർ ഡിസ്കസ് ചെയ്യും. 18-ാം തീയതി, അതായത് നാളെ 7:30 നമ്മുടെ ഷഹീദ് സാർ ഈ 3 ചാപ്റ്റർ ഡിസ്കസ് ചെയ്യും മക്കളെ. 19-ന് 7:30 എൻ്റെ ക്ലാസ് ഉണ്ടായിരിക്കും. അതുപോലെ 21-നും ബാക്കി സുവോളജി ചാപ്റ്റർ ഡിസ്കസ് ചെയ്യും. 22-നും ബാക്കി സുവോളജി ക്ലാസ് ഞാൻ ഡിസ്കസ് ചെയ്യും കേട്ടോ. ബോട്ടണി ക്ലാസ് ഞാൻ ഡിസ്കസ് ചെയ്യും. പിന്നെ ഈ വീഡിയോസ് ഒന്നും ഒരിക്കലും മിസ്സാക്കല്ലേ. കുറഞ്ഞ സമയം കൊണ്ട് തന്നെ ഏകദേശം 13 ചാപ്റ്ററിലെ എല്ലാ കണ്ടന്റും നമ്മൾ ഡിസ്കസ് ചെയ്യും. 26+ മാർക്കൊക്കെ സ്വന്തമാക്കാം 70 മിനിറ്റിൽ ഈ വീഡിയോ വരുന്നുണ്ട്. ഡബിൾ പാസ് ആകാനുള്ള വീഡിയോ വരുന്നുണ്ട് ബോട്ടണീൻ്റെ. പിന്നെന്താ, +2 ബോട്ടണീൻ്റെ ഈ 26+ മാർക്ക് വാങ്ങിക്കാൻ പറ്റും 70 മിനിറ്റിൽ. ഈ വീഡിയോസൊക്കെ എന്തായാലും മിസ്സാകാതെ നിങ്ങൾ കാണണം. ഈ വീഡിയോസൊക്കെ റെക്കോർഡായിട്ട് നമുക്ക് വരും. റെക്കോർഡഡ് വീഡിയോസ് മാക്സിമം കാണുക, ലൈവിലുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യാൻ നോക്കുക. ഓക്കെ, റെക്കോർഡാകുമ്പോൾ ആവശ്യ ആൻസർ നിങ്ങൾക്ക് ഇരുന്ന് കാണാം, നിങ്ങൾക്ക് ഡൗട്ടൊക്കെ ക്ലിയർ ചെയ്യാം. അപ്പോൾ എൻ്റെ മക്കളോട് എനിക്ക് ഇതേ പറയാനുള്ളൂ, ഈ ദിവസങ്ങളിൽ ടൈം വേസ്റ്റ് ആക്കരുത്. നിങ്ങൾക്ക് വരുന്ന മെയിൻ പ്രശ്നം ഇതാ, ടൈം വേസ്റ്റ് ആക്കരുത്. എഫക്റ്റീവായിട്ട് പഠിക്കുക, എഫക്റ്റീവായിട്ട് കുറച്ചുകൂടെ ലെവലുള്ള ക്വസ്റ്റ്യൻ ചെയ്യുക. ലെവലുള്ള ക്വസ്റ്റ്യൻ ചെയ്താൽ എന്താ പറ്റുക, നമുക്ക് ടഫായി വന്നാലും റെഡിയാകും. അപ്പം സിമ്പിളായി കണക്കാക്കരുത്, സമയം കളയരുത്, എല്ലാം സീരിയസ് ആയിട്ട് പഠിക്കുക. മാത്സ് എക്സാം എങ്ങനെ ആയിക്കോട്ടെ, എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. എന്തായാലും തിരിച്ചു പിടിക്കുക. നമുക്ക് ബയോളജിയിലൂടെ ആ മാത്സിൽ കുറഞ്ഞ മാർഗ്ഗം നമുക്ക് തിരിച്ചു പിടിക്കണം. ഒന്നും ആലോചിച്ചിരിക്കേണ്ട. മാത്സ് എക്സാം എങ്ങനെ ആയിക്കോട്ടെ മക്കളെ, തിരിച്ചു വാ. ഓരോരോ അവസരങ്ങളാണിത്. ഒന്ന് കഴിഞ്ഞെങ്കിൽ പോട്ടെ, അടുത്ത എക്സാമിലൂടെ തിരിച്ചു വരാൻ ശ്രമിക്കുക. സമയം കളയരുത്. 5 ദിവസമുണ്ട്, 13 ചാപ്റ്റർ ഉണ്ട്. പെർഫെക്റ്റ് ആയിട്ട് ഫുൾ കോൺഫിഡൻസോടെ വേണം 24-ാം തീയതി ബയോളജി എക്സാം നിങ്ങൾക്ക് എഴുതാൻ പോകാൻ. ഒരു കണക്കിന് ചിന്തിച്ചാൽ ബയോളജി എക്സാം ടഫായാൽ പോലും പഠിക്കാനുള്ള സമയം നിങ്ങളുടെ കയ്യിലുണ്ട്. ആ സമയത്തെ നിങ്ങൾ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നിടത്താണ് നിങ്ങളുടെ നേട്ടം ഇരിക്കുന്നത് മക്കളെ. അപ്പോൾ പഠിക്കുക, ഉഷാറായിട്ട് പഠിക്കുക. എന്തെങ്കിലും വീഡിയോസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ, ഏത് ടൈപ്പാണ് വേണ്ടത്, എങ്ങനെയാണ് സാർ ഈ ചാപ്റ്റർ കുറച്ചുകൂടെ ചെയ്യണം, ഈ ചാപ്റ്ററിൽ ഇന്ന കൺസെപ്റ്റ് ടഫാണ്, എന്തെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ മക്കൾ പറയുക. ജെന്യുവിൻ ആയിട്ടുള്ള കമൻറ്റുകൾ ഇടുക. ഓക്കെ.